ഹായ് എവരി വൺ, ടോർക്ക് മോട്ടോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീകാർബണൈസ് ചെയ്യാൻ പോകുന്നത് ഒരു മാരുതി റിറ്റ്സ് ഡീസലാണ്. അത് 2010 മോഡലാണ്, 2 ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയേക്കുന്നതാണ്. അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് 13-14 കിലോമീറ്റർ മൈലേജേ കിട്ടുന്നുള്ളൂ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് വണ്ടി കൊണ്ടുവരുമ്പോൾ. അപ്പോൾ നമ്മളുടെ റെക്കമെൻഡേഷനായിരുന്നു നേരിട്ട് സ്റ്റേജ് 2 ക്ലീനിങ് എന്നുള്ളത്. ഈ റിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് നിരത്തുകളിൽ കാണുന്നൊരു വാഹനമാണ്. നിരത്തുകളിൽ കാണുന്ന ഒരു വാഹനം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിരത്തുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു എഞ്ചിൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ റിറ്റ്സ് ഡീസൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെ ഒത്തിരി വാഹനങ്ങളിലുണ്ട്. സ്വിഫ്റ്റിലുണ്ട്, ബ്രീസ, എർട്ടിഗ, ഇതിൻ്റെ എല്ലാം 1.3 ലിറ്റർ വേർഷൻ, ബലേനോ, ഇഗ്നിസ്, ഇതിനകത്തെല്ലാം മാരുതിയുടെ ഈ വാഹനങ്ങളിലെല്ലാം സെയിം ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫിയറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്ടോ, ലീനിയ, അതിനകത്തും സെയിം എഞ്ചിൻ തന്നെയാണ്. ടാറ്റ മോഡൽസിലേക്ക് വരുമ്പോൾ ഇൻഡിക്ക, വിസ്ത, ക്വാഡ്രജെറ്റ്, മാൻസ, ഇതിനകത്തും സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ഹക്കീം. എൻ്റെ വീട് ആലുവ മാറമ്പള്ളിയിലാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വലിയ കുറവുണ്ട്, മൈലേജ് ഇല്ല, സഡൻ പിക്കപ്പ് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിൽ പല വർക്ക്ഷോപ്പിൽ പോയി പലരും പല കംപ്ലയിൻറ്റുകൾ പറഞ്ഞ് ക്ലച്ച് പണത്, അത് പണിയണം, എയർ ഫിൽറ്റർ മാറണം, ഡീസൽ ഫിൽറ്റർ മാറണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറി. ലാസ്റ്റ് മാറിയിട്ട് വണ്ടിക്ക് പിക്കപ്പും കിട്ടുന്നില്ല, മൈലേജും കിട്ടുന്നില്ല. നമുക്ക് വണ്ടി കൊണ്ട് ഒരു ഇതില്ലാണ്ടായപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടത്. സ്കോഡ ഒക്ടാവിയ ചെയ്യുന്നത്, ഇൻ്റർകൂളർ ക്ലീൻ ചെയ്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട്. അങ്ങനെ കണ്ടു ഇവരെ ഞാൻ വിളിച്ചു വണ്ടി ബുക്ക് ചെയ്തു. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രോബ്ലംസ് എനിക്കും ഫീൽ ചെയ്തു. അതായത് വണ്ടിക്ക് ആ ഒരു ടർബോ RPMത്തിലേക്ക് എത്താൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, നല്ലൊരു പവർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് അൺനെസസറി വൈബ്രേഷൻസ്, എൻജിൻ സൗണ്ട്സ് ഒക്കെ ഉണ്ട്. കസ്റ്റമർ അതുപോലെ മൈലേജ് ഡ്രോപ്പാണ്, ഒരു 13-14 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ എന്നൊരു കംപ്ലയിൻ്റാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 ക്ലീനിങ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനത്തെ സിമിലർ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫിയറ്റ് ലീനിയ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നത്, അതിന് ഇതുപോലെ 14 കിലോമീറ്റർ ആയിരുന്നു കസ്റ്റമറിന് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളുടെ സ്റ്റേജ് 2 ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് 19 കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റമർ വിളിച്ചിരുന്നു. ലീനിയയിൽ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ സിമിലർ റിസൾട്ട്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ ക്ലീനിങ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. വണ്ടി വന്നിട്ട് അന്ന് തന്നെ ഉച്ചക്ക് മുമ്പ് അവർ വണ്ടി അയച്ച പാർട്സിൻ്റെ ഫോട്ടോസ് അപ്പോൾ തന്നെ എനിക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം വണ്ടി കരി പിടിച്ച് അടഞ്ഞ് ടാറ് പോലെ ഇരിക്കുന്ന എല്ലാ പാർട്സും. ലാസ്റ്റ് അത് ചേഞ്ച് അതിൻ്റെ പിറ്റേ ദിവസം അവർ ക്ലീൻ ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ടുള്ളത് ഇട്ട് തന്നു. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര കരി പിടിച്ചിരുന്ന വണ്ടി നമുക്ക് ഇനി എന്തായാലും വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വണ്ടി കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ കാണാം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ഡീകാർബണൈസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെസ്റ്റ് ഡ്രൈവും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ വണ്ടി നമ്മുടെ കൈ കിട്ടി, ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ വണ്ടിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ, വണ്ടി ഓൾറെഡി ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ്, വണ്ടിയുടെ സൗണ്ട് കുറഞ്ഞു. എനിക്കൊരു പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ടുണ്ട് വണ്ടി, നല്ല രീതിക്ക് പോകുന്നുണ്ട് വണ്ടി. ഒരുപാട് ഇപ്പോൾ ആദ്യം വണ്ടി കാലുകൊടുത്താണെങ്കിലായിരുന്നു എന്തോ ബ്രേക്ക് ജാം ആയ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കാലുകൊടുത്ത് 7 ഗിയറിലിട്ട് ഫുള്ള് കാലുകൊടുത്തുകൊണ്ട് വണ്ടി നല്ല ഒറ്റയടിക്ക് സഡൻ പിക്കപ്പ് കയറുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ കുഴപ്പമില്ല, അവർ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. വണ്ടി നല്ല സർവീസ് ചെയ്തേക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി മൈലേജിൻ്റെ കാര്യം കൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി ഓടിച്ച് 2 ദിവസം ഞാനിപ്പോൾ ഓടിച്ച് നോക്കിയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ സൗണ്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പോൾ വണ്ടി നല്ല സ്മൂത്തിൽ നല്ല ഒഴുകി പോകണ വണ്ടി, വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ടുകളിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജുകളെ പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഞങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് പ്രധാനമായി ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 3 പാക്കേജുകളാണ്. സ്റ്റേജ് 1 ക്ലീനിങ്, സ്റ്റേജ് 2 ക്ലീനിങ്, പിന്നെ അപ്ഗ്രഡേഷൻ പാക്കേജുകളാണ്.
അപ്പോൾ സ്റ്റേജ് 1 ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് എൻജിൻ സിലിണ്ടേഴ്സ് ക്ലീൻ ചെയ്യുന്ന വർക്കാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായും എൻജിൻ സിലിണ്ടറിൻ്റെ ക്ലീനിങ് ആണ് വരുന്നത്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എൻജിൻ സിലിണ്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നത് ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെ നമ്മൾ കുറച്ച് കമ്പോണൻസ് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ഡീസൽ വണ്ടികളുടെ സ്റ്റേജ് 2 പാക്കേജ് ആണെങ്കിൽ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EGR വാൽവ്, ഇൻടേക്ക് മാനിഫോൾഡ്, ഇൻ്റർകൂളർ, ഈ കമ്പോണൻസ് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പെട്രോൾ വാഹനങ്ങളുടെ സ്റ്റേജ് 2 ക്ലീനിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ത്രോട്ടിൽ ബോഡിയാണ് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ പ്ലഗുകളും മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് 2 ക്ലീനിങ് പാക്കേജ്. ഇനി അപ്ഗ്രഡേഷൻ പാക്കേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോർക്ക് മോട്ടോർ സ്ഥാപനത്തിൽ സ്റ്റേജ് 1 ക്ലീനിങ് ചെയ്തവർക്ക് സ്റ്റേജ് 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് 2ൻ്റെ ഫുൾ എമൗണ്ട് വരില്ല. സ്റ്റേജ് 1 ചെയ്യുമ്പോൾ കസ്റ്റമർ എത്രയാണോ പേ ചെയ്യുന്നത് ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റേജ് 2ൻ്റെ ഈ അപ്ഗ്രഡേഷൻ പാക്കേജിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ അപ്ഗ്രഡേഷൻ പാക്കേജ് എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ സ്റ്റേജ് 1 ക്ലീനിങ് ചെയ്തിട്ട് ഒരു 2000 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ അപ്ഗ്രഡേഷൻ പാക്കേജുകൾ കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ ഓടുന്തോറും പിന്നെയും എൻജിൻ കമ്പോണൻസ് ഡേർട്ടി ആവുകയാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലും ഫുൾ സ്റ്റേജ് 2 പാക്കേജാണ് പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ് ഇതിൻ്റെ എപ്പോഴാണ് ഈ പാക്കേജുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഡീസൽ വണ്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ സ്റ്റേജ് 1 ക്ലീനിങ് എല്ലാ 20,000 കിലോമീറ്ററിലുമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റേജ് 2 ക്ലീനിങ് വരുമ്പോൾ നമ്മളത് വെഹിക്കിൾ കണ്ടീഷൻ അനുസരിച്ചാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ജനറലി ഒരു 1 lakh എബോവ് ഓടിയ വാഹനങ്ങൾ നമ്മൾ സ്റ്റേജ് 2 റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് ചില ബ്രാൻഡ്സ്, ചില മോഡലുകളൊന്നും 1 lakhൽ ചെയ്യണമെന്നില്ല. ചിലത് 1.5 lakh അല്ലെങ്കിൽ 1.75 lakh അത്രയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ സ്റ്റേജ് 2 ചെയ്യേണ്ടി വരാറുള്ളൂ. അതാണ് ഡീസൽ വണ്ടികളുടെ കാര്യം. ഇനി പെട്രോൾ വണ്ടികളുടെ കാര്യമാണെങ്കിൽ നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്റ്റേജ് 2 ക്ലീനിങ് ആണ്. അത് എല്ലാ 50,000 കിലോമീറ്റേഴ്സിലുമാണ് നമ്മൾ പെട്രോൾ വണ്ടികളുടെ സ്റ്റേജ് 2 ക്ലീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അറിവുകൾ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ മൈലേജ് പ്രോബ്ലംസ്, പവർ പ്രോബ്ലംസ് എല്ലാം കാണും. അപ്പോൾ അവരെല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോസ് ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം വ്യൂസ് കിട്ടണം. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.